Hi students, പൈത്തൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈത്തൺ പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായി നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിനകത്ത് പൈത്തൻ്റെ കംപ്ലീറ്റ് ബേസിക്സ് പൈത്തൺ പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം പൈത്തൺ പഠിക്കുന്നതിന് മുന്നേ എന്താണ് പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയത്, ഇത്രയും ഡിമാൻഡിങ് ആയത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ട്യൂട്ടോറിയലിൽ കാണുന്ന പല ആളുകൾക്കും പൈത്തനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല. ഇതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ഈ ട്യൂട്ടോറിയൽ മാത്രം കണ്ട് നിങ്ങൾക്ക് പൈത്തൺ പഠിക്കാൻ കഴിയുമെന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈത്തൺ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം പൈത്തൺ എന്താണ്? പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നമുക്ക് കത്ത് എഴുതാൻ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളൊരു കത്ത് എഴുതാൻ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുപോലെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ഇതിന് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കോഡ് എല്ലാം ഈ കോഡ് എഴുതി സിസ്റ്റത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓരോ നമ്മൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ചെയ്യുന്ന ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഇതാണ്. അപ്പം സിസ്റ്റത്തിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു സ്പെസിഫിക് ഒരു ടാസ്കിൻ്റെ കുറച്ച് ടാസ്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ആ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും, അത് റൺ ചെയ്യിപ്പിക്കുക, അതിനെ കൊണ്ട് ഒരു സ്പെസിഫിക് ടാസ്ക് നടത്തിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് നടത്തിക്കാൻ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഭാഷയാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് ഓരോ ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെ കൊണ്ട് കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്യിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഷ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാമിനെ പറയാം. നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ബാക്ക് എൻഡിൽ റൺ ചെയ്യുന്നത് ഒരു കോഡാണ്. ആ കോഡ് റൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സ്പെസിഫിക് കാര്യങ്ങൾ അവിടെ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്നത്. അതിനൊരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. ലൈക്ക് നമുക്കിപ്പം യൂട്യൂബ് കാണുന്ന പോലെ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഹാപ്പൻ ചെയ്യും. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കോഡാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുന്ന കോഡാണ് കോഡ് എഴുതി വെക്കുന്ന ആ ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം പൈത്തൺ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. C++, ജാവ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്നതും ഒരുപാട് പവർഫുള്ളുമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് എളുപ്പത്തിൽ ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം അതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പം പൈത്തൻ്റെ എന്തുകൊണ്ടാണ് പൈത്തൺ നിങ്ങൾക്ക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പം പൈത്തൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ python.org എന്ന് പറയുന്ന സൈറ്റിനകത്ത് നിന്ന് പൈത്തൺ ഡൗൺലോഡ് ചെയ്യണം. പൈത്തൺ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്തിട്ട് VS കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് എഡിറ്റർ കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം പൈത്തൺ നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു കോഡ് എഡിറ്റർ, കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് കോഡ് എഴുതാം. നമുക്കറിയാം ഇപ്പോൾ AI ഒക്കെ വന്നു. അപ്പോൾ AI ഒക്കെ എനേബിൾഡ് ആയിട്ട് നമുക്ക് കോഡ് എഴുതാനൊക്കെ സഹായിക്കുന്ന ഒരു കോഡ് എഡിറ്റർ കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം പൈത്തൻ്റെ കുറച്ച് പ്രത്യേകതകൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. അപ്പം ഇത് ഈസി ടു ലേൺ ആണ്. അതായത് വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അതായത് ഈസി ടു ലേൺ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് പോലെ. അപ്പോൾ ഈ ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ഗുണം എന്താ? അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് ബ്ലോക്സ് മാത്രമേ ഉണ്ടാവും. അതുപോലെ പൈത്തണിനകത്ത് ഒരുപാട് മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് എന്താ? ലോകത്തെമ്പാടുമുള്ള പൈത്തൺ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്ന കോഡുകൾ അവർ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്തൊക്കെ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് പിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ സിസ്റ്റത്തിനകത്ത് ജസ്റ്റ് ഇമ്പോർട്ട് ആ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറയട്ടെ, ഒരു 10-20 ലൈൻ കോഡിലൊക്കെ നമുക്കൊരു ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു കോഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-20 ലൈൻ കോഡിൽ നമുക്ക് കാണുന്ന എല്ലാ ഒബ്ജക്ട്സും എന്താന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൈത്തണിനകത്ത്. അപ്പം ഇതൊക്കെയാണ് പൈത്തൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പൈത്തൺ എന്ന് പറയുന്ന ഒരു വേഴ്സറ്റൈൽ ലാംഗ്വേജ് ആണ്. അതായത് വെബ് ഡെവലപ്മെൻറ്റിന് നമുക്ക് പൈത്തൺ ഉപയോഗിക്കാം. സയൻറ്റിഫിക് കമ്പ്യൂട്ടിങ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിസിസ്, അതേപോലെ തന്നെ AI, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഇതെല്ലാം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള Gen AI വരെ നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് കോഡ് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണെല്ലാം. അപ്പം ഇത് ഒരു പൈത്തൺ ഒറ്റ കാര്യം പഠിക്കുന്ന വഴി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്പണിങ്സ് ആണ് അതിനകത്ത്
ക്രിയേറ്റ് ആയി കിട്ടുന്നത്. അതായത് ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് അതിൻ്റെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാർജ് ആൻഡ് ആക്റ്റീവ് കമ്മ്യൂണിറ്റി. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ ആണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പം അത്രയും ആളുകൾ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇത് ഓപ്പൺ സോഴ്സ് ആണ്, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഈസി ആയിട്ട് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റിലകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാക്ക് ഓവർഫ്ലോ പോലുള്ള വെബ്സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ്, മറ്റുള്ളവർക്ക് വന്ന എറേഴ്സിൻ്റെ ആൻസേഴ്സ് അവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ഫോറംസിൽ നിന്ന് അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രോഗ്രാമിംഗ് നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ വരുത്തുന്ന എറേഴ്സ് ഇതിന് മുന്നേ ഒരാൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് നോക്കി നമുക്ക് നമ്മുടെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഗുണവും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. പൈത്തൺ ഇപ്പോൾ ആരും ഉപയോഗിക്കാത്തൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു വലിയ കമ്മ്യൂണിറ്റി ഇതിൻ്റെ ബാക്ക് എൻഡിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പോർട്ടബിൾ ആണ്. ഞാൻ എൻ്റെ വിൻഡോസ് മെഷീനിൽ എഴുതിയ കോഡ് എൻ്റെ സ്റ്റുഡൻസ് മാക്കിലാണെങ്കിലോ ലിനക്സിലാണെങ്കിലോ വിൻഡോസിലാണെങ്കിലോ ഒക്കെ റൺ ചെയ്യാൻ പറ്റും. അവിടെ കോഡിനകത്ത് ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിലും ഒരു പൈത്തൺ കോഡ് എഴുതി കഴിഞ്ഞാൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഈസി ആയിട്ട് വർക്കാവും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ് ഹൈ ലെവൽ എന്ന് പറയുന്നത്? യൂസർ, അതായത് നമ്മളുടെ ലെവലാണ് ഹൈ ലെവൽ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സീറോസും വൺസും മാത്രമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സീറോസും വൺസും അറിയുന്ന കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ചിടത്തോളം നമുക്ക് 26 ലെറ്റർ അല്ല 27 ലെറ്ററുള്ള നമ്മളെ ഭാഷ, അല്ലെങ്കിൽ മലയാള ഭാഷ, അല്ലെങ്കിൽ നിങ്ങളെ ഉറുദു ഭാഷ, അല്ലെങ്കിൽ സംസ്കൃതം, ഇതെല്ലാം കുറച്ചും കൂടിയും ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹൈ ലെവലാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. കാരണം പൈത്തനകത്ത് എഴുതുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ്. പൈത്തൺ എന്ന് പറയുന്നത് അതിനകത്ത് കോഡ് എഴുതുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഒരു കോഡാണ്. അപ്പം അവിടെ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയാം. അതായത് ഹ്യൂമണായിട്ട് അടുത്ത് കിടക്കുന്ന ലാംഗ്വേജ് എന്ന് പറയാം. അതായത് അതിലെ പല ടേമുകൾ നമുക്ക് വായിച്ചാൽ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൈത്തനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ളത്. ഇനി നമുക്കതിന് ഇൻസ്റ്റാളേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്തെടുക്കാനും പറ്റുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈത്തൺ പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ python.org എന്ന് പറയുന്ന സൈറ്റിനകത്തുനിന്ന് പോയിട്ട് python.org സൈറ്റിനകത്ത് പോയി നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പൈത്തൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ്സിനകത്ത് പൈത്തൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ടായിരിക്കും, അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഡൗൺലോഡ് ചെയ്ത പൈത്തൺ ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ടാവും. ആഡ് പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, 2 ടിക്ക് മാർക്ക് അതിനകത്ത് കൊടുക്കാനുണ്ട്. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ആ 2 ടിക്ക് മാർക്കും കൊടുത്തതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് VS കോഡാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ ഈ വിഷ്വൽ സ്റ്റുഡിയോ ഇത് രണ്ടിൻ്റെയും ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ കോഡ് എഴുതാനുള്ള ഭാഗത്തിലേക്ക് പോകാൻ പറ്റും. ഇതിനകത്ത് കൂടുതൽ സെറ്റിങ്സ് ഒന്നും മാറ്റാനില്ല, നേരെ ഇൻസ്റ്റാളേഷൻ ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ VS കോഡാണ് ഓപ്പൺ ചെയ്യേണ്ടത്. VS കോഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് കോഡ് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫസ്റ്റ് ലൈൻ കോഡ് എഴുതി നോക്കാം. എല്ലാവരും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു ബേസിക് ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഹലോ വേൾഡ് പ്രോഗ്രാം ആദ്യം റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൈക്ക് നമുക്കൊരു ലൈന് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്കറിയാം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു കാര്യം തന്നെയാണത് അല്ലേ. അപ്പം പ്രിൻ്റ് ഹലോ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം, ഇപ്പം സി ഔട്ട് എന്നാണ് നമ്മൾ സിയിൽ നമ്മൾ എഴുതുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൺസോൾ ഡോട്ട് കുറച്ച് വലിയ ടേമാണ് ജാവയിൽ നമ്മൾ എഴുതുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പം പ്രിൻ്റ് എന്ന് എഴുതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഭാഷയായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ് പൈത്തൺ എന്ന് മനസ്സിലാവും.
അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടെർമിനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ മുകളിൽ. അതിൽ ന്യൂ ടെർമിനൽ എടുക്കുക. ഇനി ഇവിടെ നമ്മൾ py സ്പേസ് നമ്മുടെ കോഡിൻ്റെ പേര് .py. അപ്പോൾ a.py എന്നാണ് എൻ്റെ കോഡിൻ്റെ പേര്. അപ്പം a.py അവിടെ കൊടുത്തു. ഇവിടെ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻ്റായി കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഇതാണ് നമ്മുടെ ബേസിക് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഹലോ വേൾഡ് ആദ്യം നമുക്ക് പ്രിൻ്റ് ചെയ്തു. ഇനി ഞാനിവിടെ a=2 a എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു വേരിയബിൾ എന്നാണ് എനൊക്കെ വിളിക്കുന്നത്. എ എന്ന് പറയുന്നൊരു വേരിയബിളാന്ന് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടെയ്നർ ഓഫ് ഡേറ്റ എന്നൊക്കെ, ഒരു ഡേറ്റനെ കണ്ടെയ്ൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് എടുത്ത് വെക്കാൻ നമുക്കൊരു കണ്ടെയ്നർ വേണം, അല്ലെങ്കിൽ കുറച്ച് വാട്ടർ എടുത്ത് വയ്ക്കാൻ ഒരു ബോട്ടിൽ വേണം. അതുപോലെ ഒരു ബോട്ടിലാണ് എന്തെന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ. അപ്പോൾ അതിനകത്ത് 2 എന്ന് പറയുന്ന ഒരു ഡേറ്റേനാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. ബി എന്ന് പറയുന്ന അടുത്ത കണ്ടെയ്നർ, അവിടെ നമ്മൾ 3 എന്ന് പറയുന്ന ഡേറ്റേനെ സേവ് ചെയ്ത് വെക്കുന്നു. സി എന്ന് പറയുന്നത് a+b എന്ന് പറഞ്ഞ പോലെ കൊടുക്കുന്നു, a+b. അപ്പോൾ a+b എന്ന് പറഞ്ഞാൽ എന്താ, എയും ബിയും കൂടി എടുത്തിട്ട് സി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എടുത്തിട്ടു. അപ്പോൾ എ എന്ന് പറയുന്ന ബോട്ടിലും ബി എന്ന് പറയുന്ന ബോട്ടിലും ഉള്ള കാര്യങ്ങൾ ഞാൻ സി എന്ന് പറയുന്ന ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഞാൻ പ്രിൻറ്റ് സി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ആലോചിക്കും, ആദ്യം ഞാൻ ഹലോ വേൾഡിന് നമ്മൾ കോഡ്സ് ഒക്കെ കൊടുത്തു, ഇവിടെ നമ്മൾ കോഡ്സ് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് കോഡ്സ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഈ കോഡ്സ് കൊടുക്കുന്നത് ഇതിന് സ്ട്രിങ് എന്നാണ് പറയുന്നത്. അതായത് കോഡ്സ് കൊടുത്തിട്ട് എന്ത് എഴുതിയാലും അതവിടെ പ്രിൻ്റ് ആവും. ഇവിടെ കോഡ്സ് ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. വേരിയബിളിന് നമ്മൾ കോഡ്സ് കൊടുക്കില്ല. വേരിയബിളിന് സി എന്നല്ല നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ കോഡ്സ് കൊടുത്തിട്ട് സി എന്ന് പറഞ്ഞാൽ സി എന്ന് പ്രിൻ്റ് ചെയ്യും. സി എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് പ്രിൻ്റ് ആവും. പക്ഷേ ഇവിടെ സി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനകത്തുള്ള വാല്യൂ പ്രിൻ്റ് ആവും. നമുക്ക് നോക്കിയൊക്കെ ഞാൻ ഒന്നുകൂടി ഇത് റൺ ചെയ്തു. ഹലോ വേൾഡ് 5 എന്ന് പറഞ്ഞു. 3 2 കൂട്ടി 5 വന്നു, അവിടെ പ്രിൻ്റായി. ഞാൻ നിങ്ങൾക്ക് ആ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ ആ പ്രിൻറ്റ് നമ്മളെ കോഡ്സ് കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. പ്രിൻറ്റ് സി എന്ന് പറഞ്ഞ് ഞാൻ കോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക സി എന്ന് പറഞ്ഞ ആൽഫബറ്റാണ് അവിടെ പ്രിൻ്റായി വരുന്നത് മനസ്സിലാക്കുക. അവിടെ ഞാൻ ഒന്നുകൂടി മുകളിലേക്ക് കാണിക്കാം. ഓക്കെ, സി എന്ന് പറയുന്നൊരു ആൽഫബറ്റാണ് അവിടെ പ്രിൻ്റായി വരുന്നത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൈത്തണിനകത്ത് കോഡുകൾ എഴുതി തുടങ്ങുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടിയും ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. അപ്പം അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഈ വേരിയബിൾസിൻ്റെ നെയിം കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിലെ ഡേറ്റ, അപ്പോൾ നമ്മൾ 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണെന്ന് ഞാൻ പറഞ്ഞു, ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഡേറ്റ ടൈപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സോ നമ്മളിപ്പം വേരിയബിളിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വേരിയബിളിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം വേരിയബിളിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ, അപ്പം വേരിയബിൾ എന്താണെന്ന് ആദ്യം ഞാൻ ഒന്നുകൂടി എന്ന് പറയാം. ഇപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടെയ്നേഴ്സാണ് ഡേറ്റയുടെ. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യിപ്പിക്കുന്നത്, ലൈക്ക് എങ്ങനെയാണ് അത് അസൈൻ ചെയ്യുന്നത്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് 5 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഹാപ്പൻ ചെയ്തത്. അപ്പോൾ വേരിയബിളിൻ്റെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പേര് കൊടുത്തു, വൈ എന്ന് കൊടുക്കാം. അപ്പോൾ വേരിയബിളിന് എന്തൊക്കെ പേര് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഐഡിയ ആണ് ഇപ്പം സ്ക്രീനിലുള്ളത്. ഇതിനെക്കുറിച്ച് 4 പോയിന്റുകളാണ്. അപ്പോൾ വേരിയബിളിൻ്റെ നെയിം എന്ന് പറയുന്നത് ഒരു ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യണം. വേരിയബിളിൻ്റെ നെയിം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. വേരിയബിളിൻ്റെ നെയിമിൽ നമ്മൾ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും അണ്ടർസ്കോഴ്സും മാത്രമേ പാടുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ A to Z, സ്മോൾ A to Z, 0 to 9 ഒരു അണ്ടർസ്കോർ, ഇത്രേ പാടുള്ളൂ. ഒരു അണ്ടർസ്കോർ എന്നൊരു ക്യാരക്ടർ, അത് എത്ര വേണമെങ്കിൽ ആവാം. അപ്പോൾ ഇത്രേ പാടുള്ളൂ. വേരിയബിളിൻ്റെ നെയിം കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ക്യാപിറ്റൽ AGE എന്ന് എഴുതിയാലും സ്മോൾ AGE എന്ന് എഴുതിയാലും രണ്ടും 2 ആണ്, രണ്ടും ഒന്നല്ല. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേരിയബിളിൻ്റെ നെയിമിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ A=5 എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താ, 5 എന്ന് പറയുന്ന വാല്യൂ ആയതുകൊണ്ട് എൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാന്ന് പറയാം. അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴാണോ ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത്, ആ സമയത്താണ് ആ വാരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് നിർണ്ണയിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി പൈത്തണിനകത്ത് ഒരുപാട് ഡേറ്റ ടൈപ്പുകളുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പാണ്. ഇവിടെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയും, പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് ആയതുകൊണ്ട്. ഇവിടെ 2+3J എന്നൊക്കെ പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. അപ്പോൾ കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് എന്ന് പറയും. നെയിം ഈക്വൽ ടു ജോൺ സിംഗിൾ കോഡ്സിലാണെങ്കിൽ ഡബിൾ കോഡ്സിലാണെങ്കിൽ നമ്മളതിനെ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഡേറ്റ ടൈപ്സിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്പർ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ അധികം പറഞ്ഞ പോലെ ഇൻറ്റീജേഴ്സും ഫ്ലോട്ടിംഗ് പോയിന്റും കോംപ്ലക്സ് നമ്പേഴ്സും തന്നെയാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് അത്ര തന്നെ ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇൻറ്റീജേഴ്സ്, അതായത് പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിൽ നമ്മൾ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് എന്ന് വിളിക്കും. പോയിന്റ് ഉള്ള നമ്പേഴ്സോ 3.14 അല്ലെങ്കിൽ 1.23 എന്നൊക്കെ പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം നമ്പേഴ്സ് ഈ നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഇൻറ്റീജേഴ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതേപോലെ അടുത്തത് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പാണ്. എന്താണ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്? സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ നമ്മൾ എഴുതുന്ന എന്തിനെ നമ്മൾ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഹലോ 3 വേൾഡ് എന്നാണെങ്കിലോ അപ്പോഴും അത് സ്ട്രിംഗ് തന്നെയാണ്. കാരണം കോഴ്സിനകത്താണ് എഴുതുന്നതെങ്കിൽ അതിന് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ. സ്ട്രിങ്ങിൽ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. W3 സ്കൂൾസ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ കയറിയിട്ട് പൈത്തൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇതൊക്കെ നമുക്ക് എക്സസൈസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ സ്ട്രിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ സ്ട്രിങ്സിനകത്ത് സ്ട്രിങ് മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് മെത്തേഡുകൾ നമുക്ക് ഇതിനകത്ത് വിളിക്കാൻ പറ്റും. അതായത് ഒരു സ്ട്രിങ് നമ്മൾ എഴുതിയിട്ട് അതിനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരു സ്ട്രിങ് ഈ ഡിജിറ്റാണോ, അതിനകത്ത് ഒരു ഡിജിറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇതിൽ തന്നെ നമുക്ക് ക്യാപിറ്റലൈസ് കൺവേർട്സ് ഫസ്റ്റ് ക്യാരക്ടർ ടു ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു കമ്പൈലർ അവർ നമുക്ക് തരും. ചെറിയൊരു ആഡൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയൊരു കമ്പൈലർ, ഒരു ഓൺലൈൻ കമ്പൈലർ നമുക്ക് തരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഹലോ ആൻഡ് വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇവിടെ ഹലോ വെൽക്കം ടു മൈ വേൾഡ് തന്നെയാണുള്ളത്. പക്ഷേ ക്യാപിറ്റലൈസ് വിളിച്ചപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇവിടെ മാറിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മാറ്റം വന്നിട്ടുള്ളത്. അപ്പം ഈ ക്യാപിറ്റലൈസ് ഫംഗ്ഷൻ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ കൂടി നമുക്ക് നോക്കാം. കേസ് ഫോൾഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അത് നോക്കാം. അപ്പോൾ ഇതൊന്ന് നോക്കിയേ. അപ്പം ഇവിടെ ഒരുപാട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇടയിൽ ഓരോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കംപ്ലീറ്റ്ലി കേസ് ഫോൾഡ് എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാം? ഹലോ ആൻഡ് വെൽക്കം മുഴുവൻ സ്മോൾ ലെറ്ററിലെത്തി. അപ്പം എങ്ങനെ അവിടെ ചെയ്തത്? ഒരു TXT എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ എടുത്തിട്ടു. x=txt.caseFoldOf എന്ന് വിളിച്ചു. അപ്പോൾ അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആ മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനെ നമ്മൾ ഫുള്ള് സ്മോൾ ലെറ്ററിലേക്ക് മാറ്റി എന്നിട്ട് എക്സ് പ്രിൻറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇത് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സ്ട്രിങ്ങിലെ എല്ലാ ഫംഗ്ഷൻസും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്കതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ വീണ്ടും ചെയ്യാം നമുക്ക് അതിനകത്ത്. ഓക്കെ, അപ്പം ഒരുപാട് സ്ട്രിങ് ഫംഗ്ഷൻസ് ഉണ്ട്, ഒരു 10-15 സ്ട്രിങ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രിങ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലിസ്റ്റുകളാണ്. അപ്പോൾ ഈ ലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡേറ്റ ടൈപ്പ് തന്നെയാണ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ലിസ്റ്റുകൾ എന്താണ്? കളക്ഷൻ ഓഫ് ഡേറ്റ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ, അപ്പം ആപ്പിൾ ബനാന ചെറി, അപ്പം ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് എൻക്ലോസ് ചെയ്യുന്നത് എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഡേറ്റ ഐറ്റംസിനെ നമ്മൾ ഒരു കോമ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഐറ്റംസിനെ നമ്മൾ ഒരു ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ലിസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ തന്നെയാണ്, ഡേറ്റ ടൈപ്പ് തന്നെയാണ്. അപ്പം ഈ ഡേറ്റ ടൈപ്പ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട്, ഇവിടെ നമുക്ക് ഇപ്പം ഈ ആപ്പിളിനെ മാത്രം ആക്സസ് ചെയ്യണമെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് വിളിച്ചാൽ മതി. ഇവിടെ നമുക്ക് ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഫ്രൂട്ട്സ് ഓഫ് 0 ആപ്പിളാണ്, ഫ്രൂട്ട്സ് ഓഫ് 1 ഇവിടെയാണ്, ഫ്രൂട്ട്സ് ഓഫ് 2 ആണിത്. അപ്പം ഇവിടെ ഇൻഡെക്സുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈത്തൺ നമ്മൾ ഈ ഒരു W3 സ്കൂൾസിനകത്തൊന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിൽ ഒരുപാട് ലിസ്റ്റ് മെത്തേഡുകൾ നമുക്കുണ്ട്. അപ്പം ഓരോ ലിസ്റ്റ് മെത്തേഡുകൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ അപ്പൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തിനാണ്? നമുക്ക് ആപ്പിൾ, ബനാന, ചെറി എന്ന് നമുക്കൊരു കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനൊപ്പം ഞാൻ ഒരു എലമെൻറ്റിനെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ അപ്പൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓറഞ്ച് കൂടി ആഡ് ചെയ്യണം. ഫ്രൂട്ട്സ് ഇക്വൾ ആപ്പിൾ, ബനാന, ചെറി, ഫ്രൂട്ട്സ് ഡോട്ട് അപ്പൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിൻ്റെ അപ്പുറം ഈ ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് കൂടി ആഡ് ആവും? ഓറഞ്ച് കൂടി ആഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് അപ്പൻഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ,
ഇനി ഇതുപോലെ ഒരുപാട് മെത്തേഡ് ക്ലിയർ, കോപ്പി, കൗണ്ട്, എക്സ്റ്റെൻഡ്, ഇൻഡെക്സ്, ഇൻസേർട്ട്, പോപ്പ്, ഇത് എന്തിനുള്ളതാണെന്നുള്ളതും അതെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ളതും എല്ലാം ഇവിടെ തന്നെ നമുക്കുണ്ട്. റിമൂവ് ദി ഐറ്റം വിത്ത് ദി സ്പെസിഫൈഡ് വാല്യൂ. അപ്പം എന്താണ് റിമൂവ് എന്ന് പറയുന്നത്? ഒരു സ്പെസിഫൈഡ് വാല്യൂ ഉള്ള ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആപ്പിൾ, ബനാന, ചെറി ആണെങ്കിൽ ഫ്രൂട്ട്സ് ഡോട്ട് റിമൂവ് ബനാന എന്ന് പറഞ്ഞാൽ ഈ ബനാന മാത്രം ഇവിടെ നിന്ന് എടുത്ത് മാറി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആപ്പിളും ചെറിയും മാത്രമേ വരുള്ളൂ. അപ്പം ഇതാണ് എന്താ പറയുന്നത്, ജസ്റ്റ് ഫ്രൂട്ട്സ് പറയുന്നത് ആപ്പിളും ചെറിയും മാത്രം. ഇതാണെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് റിമൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ലിസ്റ്റ് മെത്തേഡുകളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഡേറ്റ ടൈപ്പ് പഠിക്കുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡുകളും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സൈറ്റും ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നോക്കിയിട്ട് നമുക്ക് ഈ ഓരോ മെത്തേഡുകൾ, ഓരോ ഡേറ്റ ടൈപ്പിലെ ഓരോ മെത്തേഡുകൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ അതിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിലും ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിസ്റ്റിനകത്ത് പറയാനുള്ളത്. ഇനി അടുത്തൊരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ടപ്പിളാണ്. അപ്പോൾ ട്യൂപ്പിൾ എന്ന് പറയും, ടപ്പിൾ എന്ന് പറയും. ഈ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ലിസ്റ്റിൻ്റെ അതേപോലെ തന്നെ, പക്ഷേ ഇതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്പൻഡ് ചെയ്യാം, അതിനകത്തുള്ളൊരു വാല്യൂ എടുത്ത് വേറെ വാല്യൂ ആഡ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ട്യൂപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല, നമുക്ക് ഫിക്സഡ് ആണ് അവിടെ. അപ്പം ഇതിനെ ഇമ്മ്യൂട്ടബിൾ എന്നൊക്കെ പറയും. മ്യൂട്ടേഷൻ എന്നൊക്കെ ഇടില്ല. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പം ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്. ഈ ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ട്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇതുകൂടി ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പം ടപ്പിൾ നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത് നോർമൽ ബ്രാക്കറ്റ് വെച്ചിട്ടുള്ളതാണെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ടപ്പിളും ലിസ്റ്റും ആയിട്ടുള്ള വ്യത്യാസം. ഒന്ന് ഇമ്മ്യൂട്ടബിൾ ആണ്, ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്, ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റാണ്. അപ്പോൾ എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കളക്ഷൻ തന്നെയാണ്, പക്ഷേ അവിടെ യുണീക്ക് ആയുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ യുണീക്ക് ആയുള്ള എലമെൻസിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്പേഴ്സ് ഈക്വൽ ടു 1 2 3 4 5 ഇനി കോമ 1 2 3 4 5 എന്നിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താലും ഇതിൻ്റെ വാല്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. കാരണം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഇതിനകത്ത് വർക്ക് ചെയ്യില്ല. ഞാൻ ഇത്രയും കൊടുത്തിട്ട് നമ്പേഴ്സ് സേവ് ചെയ്തു. നമ്പേഴ്സ് ഈക്വൽ ടു 1 2 3 4 5 കോമ 1 2 3 4 5 ലൈക്ക് 1 2 3 1 ലൈക്ക് 1 2 3 ഇങ്ങനെ 1 2 3 കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സും സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 മാത്രമേ വരുള്ളൂ. അതാണ് ഈ സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഓരോ തവണ നമ്മൾ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുമ്പോഴും നമ്പേഴ്സ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി എന്നിട്ട് കേളി ബ്രാക്കറ്റിൽ കൊടുക്കണം. കേളി ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. എപ്പോഴും ഇത് ആപ്പിൾ, ബനാന, ചെറി എന്ന് വരണമെന്നില്ല. ബനാന, ചെറി, ആപ്പിൾ എന്ന് വരാം. കാരണം സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണ്. ഇവിടെ ഓർഡർ ഇവിടെ ഇല്ല. അപ്പോൾ അൺഓർഡേർഡ് ആയിട്ടുള്ള യുണീക്ക് എലമെൻസിൻ്റെ കളക്ഷനാണ് എന്ത് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിൽ ആപ്പിൾ, ബനാന, ചെറി, ആപ്പിൾ, ബനാന, ചെറി, ഓറഞ്ച്, ബനാന, ചെറി, ഇങ്ങനെ കുറേ ഡ്യൂപ്ലിക്കേറ്റും ഇല്ലാത്ത ഒക്കെ ഉണ്ട് ആ ലിസ്റ്റിനകത്ത്. എനിക്കിതിനെ യുണീക്കായുള്ള എലമെൻറ്റ്സ് എത്ര ഉണ്ടെന്ന് അറിയണം. എന്ത് ചെയ്യാൻ പറ്റും? ഈസിയാണ്. ആ ലിസ്റ്റ് 1 ഈക്വൽ ടു, അതായത് ഫ്രൂട്ട്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തുള്ള ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ പറ്റും. ആ ലിസ്റ്റിനെ ലിസ്റ്റ് 1 ഡോട്ട് സെറ്റ് ഓഫ് എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ലിസ്റ്റ് 1 എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാനതൊരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് സെറ്റും നമുക്ക് W3 സ്കൂൾസിനകത്ത് പോയിട്ട് നോക്കാൻ പറ്റും. ഇവിടെ ആപ്പിൾ, ബനാന, ചെറി ഉണ്ട്. സെറ്റ് അൺഓർഡേർഡ് ആണെന്നുള്ള മനസ്സിലാക്കുക. അതേപോലെ തന്നെ സെറ്റ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് അൺചേഞ്ചബിൾ ആണ്. ഇവിടെ മ്യൂട്ടബിൾ അല്ല, അത് സെറ്റ് ഐറ്റംസ് അൺചേഞ്ചബിൾ ആണ്, അത് മനസ്സിലാക്കുക. ഡ്യൂപ്ലിക്കേറ്റ്സ് നോട്ട് അലൗഡ് ആണ്. ആപ്പിൾ, ബനാന, ചെറി, ആപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാലും ആപ്പിൾ, ബനാന, ചെറി മാത്രമേ അവിടെ വരുള്ളൂ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് 1നെയും ട്രൂവിനെയും, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയ കാര്യമാണ്. അപ്പം ഈ ട്രൂ എന്ന് പറയുന്നത് ഒരു ബൂലിയൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ബൂലിയൻ അല്ലെങ്കിൽ ബൈനറി ഡേറ്റ ടൈപ്പ് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുള്ളൂ, ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഈ ടി ക്യാപിറ്റലാക്കി ട്രൂ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഒരു ബൂലിയൻ ഡേറ്റ ടൈപ്പാണ്. അപ്പം ട്രൂ. അപ്പം ട്രൂവും 1ഉം ആക്ച്വലി ഒന്നായിട്ടാണ് സെറ്റ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ ട്രൂവും 1ഉം കൊടുത്താൽ ഒന്നേ വരുള്ളൂ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം സെറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ലെൻ ഓഫ് ദിസ് സെറ്റ് എന്ന് വിളിച്ചാൽ മതി.
ലെൻ ഓഫ് ദിസ് സെറ്റ് എന്ന് വിളിച്ചാൽ നമുക്ക് ഈ സെറ്റ് എത്ര എലമെൻറ്റ്സ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ആ ലെൻ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി ലിസ്റ്റിലും നമുക്ക് വർക്കാവും. ഇവിടെ ഒരു എക്സസൈസ് അവർ നമ്മൾ ചോദിക്കുന്നുണ്ട്. മൈ സെറ്റ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി, ആപ്പിൾ ബനാന ചെറി, ഇതിലേതാണ് സെറ്റ് എന്ന് വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഏതാണ് സെറ്റ് എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റിലുള്ളതാണ് സെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് ആൻസറാണ്. അപ്പം ഇതുപോലെ ഇതിനകത്ത് കുറച്ച് ക്വിസസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ആ സെറ്റ് ഓഫ് ഫങ്ഷനാണ് അല്ലേ. ഞാൻ VS കോഡ് ഒന്ന് എടുക്കാം. സെറ്റ് ഓഫ് ഫങ്ഷൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. ഞാനിവിടെ L ഈക്വൽ ടു ഞാനൊരു ലിസ്റ്റിനകത്ത് ആപ്പിൾ കോമ ബനാന കോമ ചെറി കോമ വീണ്ടും ഒരു ആപ്പിൾ കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് S ഈക്വൽ ടു L1 ഡോട്ട് L ഡോട്ട് സെറ്റ് ഓഫ് എന്നൊന്ന് വിളിച്ചിട്ട് S ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടത് സെറ്റ് ഓഫ് L ആണ് കേട്ടോ. സോറി, സെറ്റ് ഓഫ് L എന്ന് വിളിച്ചിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നോക്കിയേ, ബനാന ആപ്പിൾ ചെറി മാത്രം വന്നു. അതായത് അതിനകത്തുള്ള യുണീക്ക് എലമെൻറ്റ്സ് മാത്രം നമുക്ക് ഔട്ട്പുട്ടായിട്ട് വന്നു. ഓക്കെ അല്ലേ, യുണീക്ക് എലമെൻറ്റ്സ് മാത്രം നമുക്ക് ഔട്ട്പുട്ടായിട്ട് വന്നു. ബനാന ആപ്പിൾ ചെറി ആ യുണീക്ക് എലമെൻറ്റ്സ് മാത്രമേ വന്നുള്ളൂ. അപ്പം നമുക്ക് ശരിക്കും ആപ്പിൾ ബനാന ഇത് ഒരു വലിയ ഒരു ലിസ്റ്റാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കൃത്യം എത്ര എലമെൻറ്റ് യുണീക്കായുള്ള എത്ര ഫ്രൂട്ട്സ് ഉണ്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ സെറ്റ് ഓഫ് L വിളിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാൻ പ്രിൻറ്റ് ലെൻ ഓഫ് S വിളിക്കാം. ലെൻ ഓഫ് S വിളിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. കണ്ടോ, 3 യുണീക്കായുള്ള ഫ്രൂട്ട്സ് ആണുള്ളത്, അത് നമുക്ക് കിട്ടി ഔട്ട്പുട്ടായിട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സസൈസുകൾ ഇതിനകത്ത് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചാലഞ്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ അതിനകത്ത് നിന്ന് കണ്ടുപിടിച്ച് ചെയ്യുക. അതിന് ഞാനൊരു സൈറ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹാക്കർ റാങ്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഹാക്കർ റാങ്കിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ക്രിയേറ്റ് എ ഫ്രീ അക്കൗണ്ട് എന്നിട്ടൊരു ഡെവലപ്പറായിട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു സൈറ്റാണ്, ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരു ഡേറ്റ ടൈപ്പ് കൂടി ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പം ഈ ഡിക്ഷണറീസ് എന്ന് പറയുന്നൊരു ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഡിക്ഷണറീസ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പാണ്. ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഭാഗം തീർന്നു. അപ്പോൾ ഡിക്ഷണറീസ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ ഇങ്ങനെയാണ്, ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് ഒരു ഡേറ്റ എലമെൻറ്റ് ഉണ്ടാകുന്നത്. ഒരു കീ വാല്യൂ പെയർ സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ്. അപ്പോൾ കീ വാല്യൂ പെയർസ് ഇങ്ങനെ കോമ ഇട്ടിട്ട്, അപ്പോൾ ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും ഒരു ഡാറ്റ നോഡ് അല്ലെങ്കിൽ ഒരു ഡേറ്റ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നെയിം ജോൺ, നെയിം ഒരു കോട്ട്സിലിട്ടിട്ട് അത് നമ്മുടെ കീ എന്ന് പറയും. ഏജ് എന്ന് പറയുന്നതും നെയിം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സിറ്റി എന്ന് പറയുന്നതും ഈ 3 കീകളാണ്. അതിൻ്റെ വാല്യൂസാണ് റൈറ്റ് ഹാൻഡിൽ ഉള്ളത്. അപ്പം കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡേറ്റ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് കീ വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നത്. പേഴ്സൺ ഓഫ് നെയിം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജോൺ കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിക്ഷണറീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതും നമുക്ക് കുറച്ച് എക്സസൈസുകൾ ചെയ്ത് നോക്കാം. അതിൻ്റെ ഡിക്ഷണറീസിൽ എന്തൊക്കെയാണുള്ളത്, ഐറ്റംസിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിക്ഷണറി മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഡിക്ഷണറിയിൽ ഗെറ്റ് മെത്തേഡ് ഉണ്ട്. ഗെറ്റ് മെത്തേഡ് എന്തിനുള്ളത് നോക്കാം. കാർ ഇക്വൽ ടു ബ്രാൻഡ് ഫോർഡ്, മോഡൽ മസ്താങ്, ഇയർ 1964 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാർ ഡോട്ട് ഗെറ്റ് ഓഫ് മോഡൽ ഇതിൻ്റെ കാറിൻ്റെ മോഡൽ എന്താണെന്നുള്ളത്, അതായത് എന്ത് മോഡലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പം പ്രിൻ്റ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലുള്ള മസ്താങ് എന്ന് പറഞ്ഞത് എക്സിലോട്ട് സേവ് ആവും. എക്സ് ഇപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട്
ഒരു കീയിലുള്ള വാല്യൂ എന്താണ് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ ഇത് ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത് നോക്കാം. ഇപ്പം ബ്രാൻഡ് ഫോർഡ്, മോഡൽ മസ്താങ്, ഇയർ 1964, ഇതാണ് നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്നത്. കാർഡ് ഔട്ട് ഐറ്റംസ് നമ്മൾ കാർഡ് ഔട്ട് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഇട്ടിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡിക്റ്റ് ഐറ്റംസ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിക്ഷണറിയിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, ഈ ഐറ്റംസിൻ്റെ എല്ലാം ഓരോ ടപ്പിൾസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. മോഡൽ മസ്താങ്, ബ്രാൻഡ് ഫോർഡ്, ഇതിൻ്റെയൊക്കെ ഒരു ടപ്പിൾസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പം അതിനുള്ളതാണ് ഐറ്റംസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഡിക്ഷണറീസിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോനകത്ത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നൊരു കാര്യത്തിൽ പഠിക്കാനുള്ളത്. അപ്പം വേരിയബിളിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ നമ്മൾ പഠിച്ചു. നമുക്ക് ഡിക്ഷണറിയിൽ നമുക്ക് ഡേറ്റ ടൈപ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്പേഴ്സ്, സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾ, അതേപോലെ തന്നെ സെറ്റ്, അതേപോലെ തന്നെ ഡിക്ഷണറീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് നമ്മളിപ്പം കവർ ചെയ്തെടുത്തത്. ഇതിന് സപ്പോർട്ടിംഗ് ഉള്ള ഒരു സൈറ്റ് ഞാൻ പറഞ്ഞു. ഇതിലെ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ നമ്മൾ വേറെ സൈറ്റും കൂടി നമ്മൾ കണ്ടു, ഹാക്കർ റാങ്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് കണ്ടു. അപ്പം ഇത് ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു സൈറ്റാണ്. അപ്പം ഈ 2 സൈറ്റുകളും മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾസും ഡേറ്റ ടൈപ്സും കഴിഞ്ഞാൽ ഇനി കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഫങ്ഷൻസ്, അതേപോലെ തന്നെ മൊഡ്യൂൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോകാം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഡേറ്റ ടൈപ്പിൽ തന്നെ ഓരോ ഡേറ്റ ടൈപ്പിൽ നമുക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പ്രധാനമായിട്ടും നമ്പേഴ്സ് തന്നെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഒരുപാട് വർക്ക് ചെയ്ത് നമുക്കറിയാം അല്ലേ. ലൈക്ക് വേരിയബിൾസിനകത്തേക്ക് നമ്പേഴ്സ് ഇടും, എന്നിട്ട് അതിനകത്ത് ഒരുപാട് ഓപ്പറേറ്റർ. അപ്പോൾ നേരത്തെ നമ്മൾ A+B = C എന്നൊക്കെ പറഞ്ഞാൽ C = A+B എന്ന് പറഞ്ഞ് സേവ് ആയി. അപ്പം അവിടെയൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് അതൊക്കെ എന്തായിരുന്നു, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. നമുക്കറിയാവുന്ന ബേസിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഇവിടെ A+B ഇവിടെ A+ ഉണ്ട്, ഇവിടെ സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് അത് ആദ്യം നോക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഞാനിവിടെ ഈ പ്രിൻറ്റ് ഇതൊക്കെ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ഇത് റൺ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവാൻ വേണ്ടി എഴുതിയേക്കാണ്. ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ A = 10, B = 3, അഡീഷനാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ പച്ച കളറിൽ, അതായത് ഒരു ഹാഷ് സിമ്പൽ ഇട്ടിട്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. അതൊന്നും റൺ ആവില്ല കേട്ടോ. ഇതിനെ കമൻറ്റ്സ് എന്ന് പറയും. കമൻറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കോഡ് എഴുതി, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, അവിടെ നമ്മളൊരു കോഡ് എഴുതി, ആ കോഡ് വേറെ ആളുകളായിരിക്കും പിറ്റേന്ന്, അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ, ഒരു വർഷം പിന്നെ അത് ചെയ്യാൻ പോകുന്ന വേറെ ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എഴുതിയ കോഡിനെ കുറിച്ച് നമുക്കൊരു ഡോക്യുമെൻറ്റേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹാഷൊക്കെ എഴുതുന്നത്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹാഷ് എഴുതി നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊന്നും എക്സിക്യൂട്ട് ആവില്ല, അത് കമൻറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇവിടെ ഈ F എന്ന് എഴുതിയുള്ളത് ഫോർമാറ്റഡ് സ്ട്രിങ് എന്നാണ് അതിനർത്ഥം. അപ്പം അഡീഷൻ A+B : ഇതുവരെ എന്താണോ അവിടെ എഴുതിയിട്ടുള്ളത് അത് അങ്ങനെ പ്രിൻ്റ് ആവും. അഡീഷൻ A+B : ഇനി കേളി ബ്രാക്കറ്റിനുള്ളിലുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. A+B ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ F ഇവിടെ ആദ്യം കൊടുത്തുള്ളത്. F എന്ന് എഴുതിയിട്ട് നമ്മളൊരു സ്ട്രിങ് എഴുതി, അതിനകത്ത് ഈ കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ A+B ആ വേരിയബിൾ അവിടെ കൊടുക്കുക. ആ വേരിയബിളിൻ്റെ വാല്യൂ എടുത്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ആവും. അതായത് ഇവിടെ പ്രിൻ്റ് ആവുക അഡീഷൻ A+B : എന്നിട്ട് നമ്മുടെ 13 എന്ന് പ്രിൻ്റ് ആവും. അപ്പം A+B എന്നല്ല പ്രിൻ്റ് ആവുക, പകരം അതിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതെങ്ങനെയാണ്, കേളി ബ്രാക്കറ്റിനകത്ത് A+Bയും Bയും കൂട്ടി അവിടെ നമ്മുടെ വാല്യൂ പ്രിൻ്റ് ആയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സ്ട്രിങ്ങിനകത്ത് എന്തെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാല്യൂവിന് കേളി ബ്രാക്കറ്റിൽ ഇടുക, പുറമെ ഒരു F എന്ന് എഴുതി കൊടുക്കുക. F എന്ന് പറഞ്ഞാൽ ഫോർമാറ്റഡ് സ്ട്രിങ് എന്നാണ് അർത്ഥം. അപ്പം അത് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ C എന്ന് എഴുതിയിട്ട് C = A+B എന്ന് എഴുതിയിട്ട് C പ്രിൻ്റ് ചെയ്താലും മതി. ഈ കോഡ്സ് ഇവിടെ അവസാനിപ്പിക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് ഇവിടെ കോഡ്സ് നമ്മൾ അവസാനിപ്പിച്ചിട്ട് ഇവിടെ നമ്മൾ C = A+B എന്ന് എഴുതിയിട്ട് നമുക്കിവിടെ C പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഒരു കോമ ഇട്ടിട്ട് C പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. C എന്നും നമുക്ക് എഴുതാം. അത് മനസ്സിലാക്കി വയ്ക്കുക.
ഇങ്ങനെയും നമുക്ക് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല, ഈ എഫിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. അപ്പം ഇതാ a+b 13 അപ്പോൾ നമുക്ക് അപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം. സോ അതത്രേ ഉള്ളൂ. സബ്ട്രാക്ഷൻ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിൽ അറിയാത്ത 2 ഓപ്പറേറ്റേഴ്സാണ് അരിത്തമെറ്റിക്കിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പം ഒരു ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിവിഷൻ്റെ 2 ഈ ബൈ സൈൻ 2 എണ്ണം ഇടും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a/b പകരം ഇവിടെ ഫ്ലോർ ഡിവിഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10/2 എത്രയാണ്? 5 ആണ്, നമുക്കറിയാം. 5/2 എത്രയാണ്? 2.5 ആണ്. പക്ഷേ 2.5 എപ്പോഴേ വരുള്ളൂ? വെറുതെ ഒരു ഡിവൈഡ് ബൈ ഇട്ടാൽ 2.5 വരും. ഫ്ലോർ ഡിവിഷൻ വരുമ്പോൾ 2.5 പകരം 2 വരുള്ളൂ. ഓക്കെ, അതായത് ഇൻറ്റീജർ പാർട്ട് മാത്രമേ വരുള്ളൂ. അതിൽ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആ പാർട്ട് നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്ലോർ ഡിവിഷൻ അല്ലെങ്കിൽ ഇൻറ്റീജർ ഡിവിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോഡുലോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്. മോഡുലോ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ കൂടിയുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ എടുക്കാൻ വേണ്ടിയുള്ള ഓപ്പറേറ്ററാണ്. 10 മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0. അങ്ങനെ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5 തവണ പോകുന്നുണ്ട്, ബാക്കി വരുന്നത് 0 ആണ്. ആ 0 ആണ് ഇവിടെ മോഡുലോൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 5 മോഡുലോ 2 എത്രയാണ്? 1 5 മോഡ് 2 എന്താ? 5ൽ 2 എത്ര ആവണേ? 2 തവണ പോവും, 4 വന്നു, ബാക്കി വരുന്ന 1. അതാണ് നമ്മളെന്ന് പറയുന്നത് ഇവിടെ മോഡുലോൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ 2 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അറിയാത്തുണ്ടാവുക. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒന്ന് അറിയാതിരിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് പേർക്ക് അറിയാതിരിക്കും. അപ്പം എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇത് വളരെ സിമ്പിളാണ്. a**b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എൻ്റെ മുകളിൽ, അതായത് 10**3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻3. 10നെ 3 തവണ മൾട്ടിപ്ലൈ, 10 × 10 × 10. അപ്പോൾ എത്ര? 10 × 10 100 × 10 1000 അല്ലേ? 2**3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 2 × 2 4 × 2 8 അല്ലേ? അപ്പം 1**5 എത്രയാണ്? 1 തന്നെ. 1 × 1 × 1 × 1 × 1 5 തവണ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പം അതാണ് എക്സ്പോണൻഷ്യൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കോഡ്, ഇതിൻ്റെ എല്ലാം കോഡ് ബേസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ കമ്പാരിസൺ ഓപ്പറേറ്റർ അടുത്തൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് കാണുന്ന പോലെ തന്നെ അടുത്തൊരു ഓപ്പറേറ്ററാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എക്സും വൈയും ഈക്വൽ ആണോ, അല്ലെങ്കിൽ എക്സും സെഡും ഈക്വൽ ആണോ, എക്സും വൈയും ഈക്വൽ അല്ലല്ലോ. ഓക്കെ, അപ്പം ആണോ ചോദിക്കുന്നത് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതിനെ നോട്ട് ഈക്വൽ ടു എന്ന് പറയും. ഗ്രേറ്റർ ദാൻ വൈ, ഗ്രേറ്റർ ദാൻ എക്സ്. ഓക്കെ, അപ്പം ഗ്രേറ്റർ ആണോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. നമ്മൾ നേരത്തെ കണ്ടു ഒരു ബൈനറി ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബൂലിയൻ. അപ്പോൾ x<y എന്ന് പറഞ്ഞാൽ എന്താ? x<y ആണോ? എക്സിൻ്റെ വാല്യൂ എടുക്കുന്നു, വൈൻ്റെ വാല്യൂ എടുക്കുന്നു, അത് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടി മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 2 ഈ പറഞ്ഞ പോലെ തന്നെ ഈ ട്രൂവും ഫോൾസും ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആൻഡ്, ഇപ്പം ആൻഡ് ഓർ നോട്ട്, ഇതാണ് പ്രധാനമായിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻഡ് ഓറും നോട്ടും എങ്ങനെ വർക്ക് ചെയ്യുന്നത്? പ്രധാനമായിട്ടല്ല, ആൻഡ് ഓറും നോട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ആൻഡ് ഓറും നോട്ടും എങ്ങനെ വർക്ക് ചെയ്യുന്നത്? പി ഓർ ക്യൂ. പി എന്ന് പറയുന്നത് ട്രൂ ആണ്, ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. പി ഓർ ക്യൂ എന്താണ്? അപ്പം ഈ ആൻഡും ഓറും നോട്ടും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ആൻഡ് എന്ന് പറയുന്നത്, അപ്പം ഞാൻ ഇവിടെ നിന്ന് 2 കാര്യങ്ങൾ, അതായത് 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ബൈക്കിൽ ഞാനിവിടെ ലുലു മാളിൽ പോയിട്ട് ഞാനൊരു മൂവി കാണാൻ പോവാണ്. അപ്പം ആ മൂവീൻ്റെ അവിടെ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഹൗസ്ഫുൾ ആയിരിക്കരുത്, അപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ഒരു കാര്യം. ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ? ക്യൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ല, ക്യൂ ട്രൂ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഉണ്ട്. പി എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് എൻ്റെ ബൈക്കിലാണ് പോകുന്നത്, ബൈക്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ. അപ്പോൾ പി എന്ന് പറയുന്നത് എൻ്റെ ബൈക്കിൽ പെട്രോൾ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പെട്രോൾ ഉണ്ടെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ട്രൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ബൈക്കിൽ പെട്രോൾ ഉണ്ട്, പി ഫോൾസ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഇല്ല. അപ്പോൾ ഞാൻ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമ കാണുന്നതിനെ കുറിച്ചുള്ള ഔട്ട്പുട്ടാണ്. പിയും ട്രൂ ആയിരിക്കണം, ക്യൂവും ട്രൂ ആയിരിക്കണം, അപ്പോൾ മാത്രമേ എനിക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആണെങ്കിലോ സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ആൻഡ് ഓപ്പറേറ്റേഴ്സ് അങ്ങനെയാണ്, 2 സൈഡും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ. ഇനി ഓർ എന്താണ്?
ഞാൻ ഒരു കുട എടുത്ത് ഒരു അംബ്രല്ല പിടിക്കാനുള്ള ചാൻസ്, ഒരു അംബ്രല്ല പിടിക്കാനുള്ള ചാൻസ് പുറത്ത് പി എന്ന് പറയുന്നത് മഴ, ക്യൂ എന്ന് പറയുന്നത് വെയിൽ. അപ്പം പിയും ക്യൂവും രണ്ടും പാടുണ്ടെങ്കിലും എനിക്ക് അംബ്രല്ല പിടിക്കാം. പി മാത്രം നല്ല വെയിലുണ്ടെങ്കിൽ എനിക്ക് അംബ്രല്ല പിടിക്കാം, നല്ല മഴ ഉണ്ടെങ്കിൽ എനിക്ക് അംബ്രല്ല പിടിക്കാം. അപ്പം അംബ്രല്ല പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം പി ഓർ ക്യൂ ഇപ്പം രണ്ടും ഇല്ലെങ്കിൽ, മഴയും വെയിലും ഇല്ലെങ്കിൽ മാത്രമേ ഫോൾസ് വരുള്ളൂ. അപ്പം ഫോൾസ് മാത്രം ഫോൾസ്, ബാക്കിയെല്ലാം ട്രൂ. അപ്പം ട്രൂ ഫോൾസ് ട്രൂ, ഫോൾസ് ട്രൂ ട്രൂ ആണ് നമുക്കറിയാമല്ലോ. കാരണം മഴ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും നമുക്ക് എന്താണ് അംബ്രല്ല പിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഓവർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്നത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം, രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ ആയിട്ടുള്ളതാണ് ആൻഡ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിലും രണ്ടും ട്രൂ ആണെങ്കിലും ഓർ ട്രൂ തന്നെയാണ്. നോട്ട് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. പി ട്രൂ ആണെങ്കിൽ നോട്ട് പി ഫോൾസ്, പി ഫോൾസ് ആണെങ്കിൽ നോട്ട് പി ട്രൂ, ഇത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് ഒരു പ്രോഗ്രാം എഴുതുന്നതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഏജ് ഈക്വൽ ടു 20, ഏജ് ഈക്വൽ ടു 20 ഹാസ് ഐ ഡി ഈക്വൽ ടു ട്രൂ. ഏജ് 20 ഐ ഡി ഉണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ ഒരു രണ്ട് ഡേറ്റ ടൈപ്പുകൾ അവിടെ രണ്ട് വേരിയബിൾസ് നമ്മൾ എഴുതിയുള്ളത്. ക്യാൻ എൻ്റർ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആയിരിക്കണം, ഹാസ് ഐ ഡി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. നമ്മളൊരു ഇപ്പം എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എൻ്റർ ആവണം, ഒരു 18+ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ആവാൻ പോവാണ്. അവിടെ നമുക്ക് ഒരു ഐ ഡി കാർഡും കൂടി ഉണ്ടെങ്കിലാണ് അവിടേക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന് ആക്സസ് കിട്ടുന്നത്? അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇഫ് ക്യാൻ എൻ്റർ ഇഫ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രം വർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഒരു സ്പേസ് വിട്ട് താഴെ എഴുതുന്നത്. അപ്പം ഇതിനെ ഇഫ് എൽസ് എന്ന് പറയും, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് ക്യാൻ എൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇഫ് ക്യാൻ എൻ്റർ ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. ക്യാൻ എൻ്റർ ട്രൂ ആണെങ്കിൽ, ക്യാൻ എൻ്റർ എങ്ങനെ ട്രൂ ആവുന്നത്? ഏജ് ഗ്രേറ്റർ ദാൻ 18 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആയിരിക്കണം, ആൻഡ് ഹാസ് ഐ ഡിയും ട്രൂ ആയിരിക്കണം. ഹാസ് ഐ ഡി ട്രൂ ആയിരിക്കണം, ഈക്വൽ ടു ട്രൂ. ഇത് ഞാൻ വെറുതെ ഹാസ് ഐ ഡി എന്ന് എഴുതിയാലും ഹാസ് ഐ ഡി ട്രൂ ആണെന്നുള്ളതാണ് അർത്ഥം. അതായത് ഹാസ് ഐ ഡി ട്രൂ ആണെങ്കിൽ എന്താ ആൻഡ് ട്രൂ എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു ഹാസ് ഐ ഡി ഈക്വൽ ടു ട്രൂ. ഇത് എന്തായിരിക്കും? ഇത് ട്രൂ, ഹാസ് ഐ ഡി ട്രൂ ആണെങ്കിൽ ട്രൂ ഈക്വൽ ടു ട്രൂ ആയിരിക്കും. അപ്പം ആൻഡ് ഏജ് ഗ്രേറ്റർ ഈക്വൽ ടു 18, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ക്യാൻ എൻ്റർ ട്രൂ ആവുക. നമുക്കറിയാം ആൻഡ് എപ്പോഴാണ് ഇവിടെയും ട്രൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ ട്രൂ വരുള്ളൂ. ക്യാൻ എൻ്റർ ട്രൂ ആണെങ്കിൽ പ്രിൻറ്റ് കമ്പൈൻഡ് ലോജിക് ആക്സസ് ഗ്രാൻഡഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാൻ എൻ്റർ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്താ ആക്സസ് ഗ്രാൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്താ ആക്സസ് ഡിനൈഡ് ചെയ്യും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഏജ് ഇവിടെ നമുക്ക് ഒരു 17 കൊടുത്തു നോക്കാം. 17 ഏജ് വെച്ചിട്ട് ഞാൻ ഇത് മാത്രം ഞാനൊന്ന് റൺ ചെയ്യാൻ പോകണേ. കോപ്പി ചെയ്തിട്ട് ഞാൻ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു, hh.py എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തു. എന്നിട്ട് ഞാനതൊന്ന് റൺ ചെയ്യാൻ പോവാണ്. py സ്പേസ് hh.py അല്ലേ. ഓക്കെ, കമ്പൈൻഡ് ലോജിക് ആക്സസ് ഡിനൈഡ്. എന്താ വേണ്ട കാരണം ഞാനവിടെ എന്ത് കൊടുത്തു? ഏജ് 17 കൊടുത്തു. ഇനി ഏജ് 18 അല്ലെങ്കിൽ 19 കൊടുത്തു. ഐ ഡി ഇല്ല, ഐ ഡി എടുത്തിട്ടില്ല ആൾ. അപ്പോൾ ഞാൻ ഫോൾസ് കൊടുത്തു. ഇവിടെ ഫോൾസിൻ്റെ എഫ് ക്യാപിറ്റൽ ആയിരിക്കണം കേട്ടോ. കമ്പൈൻ ലോജിക് ആക്സസ് ഡിനൈഡ്, ഇവിടെ ഇപ്പോഴും ആക്സസ് ഡിനൈഡ് ആയി. ഇനി ഞാൻ ഇവിടെ ഐ ഡി ഉണ്ട്, 19 വയസ്സുമാണ്. അപ്പോൾ ഞാനൊന്ന് നോക്കി ട്രൂ കൊടുത്തു, ആക്സസ് ഗ്രാൻഡഡ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ഇഫ് എൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇഫ് എൽസ്, അതേപോലെ തന്നെ ലൂപ്പുകൾ, കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് കണ്ടത് ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇഫ് എൽസും ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ്ലി ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൂപ്പുകളൊക്കെ ഉപയോഗിക്കും. ഇതിനെ മൊത്തത്തിൽ നമ്മൾ കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ആദ്യം ഒരു 1 2 3 4 അങ്ങനെ ലൈൻസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരിക. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 5ാമത്തെ ലൈനിനകത്തുനിന്ന് ഒരു 10ാമത്തെ ലൈനിലേക്ക് പോകാനും അവിടുന്ന് 11th ലൈൻ ഒരു 10 വട്ടം വർക്കിപ്പിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലോനെ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പം ഇഫ് എൽസിൽ നമ്മൾ കണ്ടു ഇഫ് കണ്ടീഷൻ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി
അതിൻ്റെ താഴെ ഒരു സ്പേസ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സംബന്ധിച്ച് ആ സ്പേസിന് ഇൻഡൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഇൻഡൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഹാപ്പൻ ചെയ്യുന്നത്, ആ ഇൻഡൻറ്റേഷൻ കൊടുത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് അത് വർക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ആവില്ല. അതിനുശേഷം ഒരു എൽ സ്റ്റേറ്റ്മെൻറ്റ്, എൽസിൽ എന്താണ് നമ്മൾ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എന്താണ് ഹാപ്പൻ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതും. അപ്പം ഇതല്ലാതെയും നമുക്ക് എലിഫ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, നമുക്കതും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഒന്നുമില്ല, ഇഫ് എക്സ് ഇപ്പം ഞാൻ ഒരു ലെറ്റർ ഇൻപുട്ടായിട്ട് വാങ്ങി ആ യൂസറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിയിട്ടുള്ള ആ ലെറ്റർ അപ്പം ഒരു വവ്വലാണോ അല്ലേ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, വവ്വലാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ A, E, I, O, U വവ്വൽസ് അറിയാലോ. അപ്പോൾ ഇത് വവ്വൽസിൽ ഏതെങ്കിലും ഒന്നാണോ ചെക്ക് ചെയ്യാം. അപ്പം ഇഫ് ലെറ്റർ ഞാൻ ഇൻപുട്ടായി വാങ്ങിയ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് എടുത്തു. എക്സ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞ് ഒരു യൂസർ ആയിരുന്നൊരു വാല്യൂ എടുത്തു. ഈ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എ ആണോ, ഇ ആണോ, ഐ ആണോ, ഒ ആണോ. അപ്പം ഇഫ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സ്ട്രിങ് ആണോ, എ എന്ന് പറയുന്ന ക്യാരക്ടർ ആണോ, കോഡ്സിൽ കൊടുക്കുക എ. അപ്പം രണ്ടാമത്തേത് എലിഫ് ബി ആണോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക്, ബി അല്ല ആക്ച്വലി ഇ ആണോ, ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. വൊവൽസിൻ്റെ തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഇപ്പം ലാസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു ഭാഗത്തിൽ തന്നെ ഇപ്പം ഏജ് 19 ആണെങ്കിൽ ആക്സസ് ഗ്രാൻഡഡ് ആണ്. അപ്പം അങ്ങനെ ഒന്ന് പറഞ്ഞൊരു കൊടുത്തില്ലേ, ഇതിനകത്ത് തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തി നോക്കാം നമുക്ക്. ജസ്റ്റ് ഏജ് എന്ന് പറയുന്നൊരു വാല്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഏജ് ഈക്വൽ ടു 19 ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 കൂടുതലാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു, പ്രിൻറ്റ് ഹൈ എന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് എൽ ഇഫ് ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ ഞാൻ വേറെ എന്തോ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, ജസ്റ്റ് പ്രിൻറ്റ് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനിയുമുണ്ട് കണ്ടീഷൻ, എന്താണ്, ഒരു ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ. 18 ഈക്വൽ ആവാലോ ഏജ്. അപ്പം എൽസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്തായിരിക്കും, ഗ്രേറ്റർ ആണോ ലെസ് ആണോ, രണ്ടും അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, പ്രിൻറ്റ് മറ്റൊരു കാര്യം വേറെ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, റോവർ എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഞാനിവിടെ ഇപ്പം യൂസ് ചെയ്തിട്ട് ഇഫ് എൽസ്, ഈ എലിഫ് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇതൊരു ലാഡർ, ഇഫ് എലിഫ് ലാഡർ എന്ന് പറയും. ഇഫ് കണ്ടീഷൻ, എലിഫ് കണ്ടീഷൻ ഏത് കണ്ടീഷനാണ് ട്രൂ ആവുന്നത് അത് വർക്കാവും, അല്ലാത്തത് വർക്കാവില്ല. ഏറ്റവും അവസാനം നമ്മൾ എൽസ് ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊന്നും വർക്കായില്ലെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇപ്പം ഇഫ് എലിഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വർക്കാവുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലൂപ്പുകളാണ്. അപ്പം ലൂപ്പുകളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ലൂപ്പുകളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒന്ന് ഫോർ ലൂപ്പും രണ്ട് വൈൽ ലൂപ്പും. അപ്പോൾ ഈ ലൂപ്പ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ കാര്യം റിപ്പീറ്റഡ്ലി നമുക്ക് ചെയ്യിപ്പിക്കാം. അതിന് കുറച്ചും കൂടി ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസിലെ എല്ലാ എലമെൻറ്റിനും വിസിറ്റ് ചെയ്യുക, ലൈക്ക് ഒരു സീക്വൻസിലൂടെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി. ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ എലമെൻറ്റിനും, അതാണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, ഫോർ എക്സ് ഇൻ ഫ്രൂട്ട്സ്, ഫോർ വൈ ഇൻ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഫോർ ഐ ഇൻ ഫ്രൂട്ട്സ്, ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ കൊടുത്തിട്ട് ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ് പ്രിൻറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ ഫ്രൂട്ടിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലെ ഓരോ വാല്യൂം ഫ്രൂട്ടിന് എടുക്കാം. അപ്പോൾ ഓരോ വാല്യൂ എടുക്കുമ്പോഴും താഴെ നമ്മൾ പ്രിൻറ്റ് ഫ്രൂട്ട് എന്ന് നമ്മൾ കൊടുത്തു. അപ്പം വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇത് നമുക്കൊരു എക്സാമ്പിൾ വഴി നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5 5 എലമെൻറ്റ്സ് ഉള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ ഐ ഇൻ ഈ ലിസ്റ്റ് ഞാനൊരു L1 എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഫോർ ഐ ഇൻ L1 പ്രിൻറ്റ് L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹാപ്പൻ ചെയ്യാം, പ്രിൻറ്റ് ഐ എന്ന് പറഞ്ഞാൽ എന്താ ഹാപ്പൻ ചെയ്യാം,
ഈ L1 എന്ന് പറയുന്ന ലിസ്റ്റിൽ ഓരോ എലമെൻസും ഉണ്ട്. ആ ഓരോ എലമെൻസും ഐൻ്റെ വാല്യൂ കിട്ടും. ആദ്യം ഐൻ്റെ വാല്യൂ എന്താ? ഇൻ L1 ആദ്യം വാല്യൂ 1 1 ഇൻ L1 ആണോ? യെസ്, പ്രിൻ്റായി, ഐ പ്രിൻ്റായി, ലൈക്ക് 1 പ്രിൻ്റായി. 2 ഇൻ L1 2 പ്രിൻ്റായി. 3 ഇൻ L1 പ്രിൻ്റായി. 4 ഇൻ L1 പ്രിൻ്റായി. 5 ഇൻ ഇതിനകത്തുള്ള എല്ലാ എലമെൻസും പ്രിൻ്റായി. ഓക്കെ, അതിൽ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഇന്നും നോട്ട് ഇന്നും. ഒരു എലമെൻറ്റ് ഒരു സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നോട്ട് ഇൻ എന്തായിരിക്കും? ഇല്ലല്ലോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നോട്ട് ഇൻ ട്രൂ ആണെങ്കിൽ എന്താ? അത് ആ ഒരു എലമെൻറ്റ് ആ സീക്വൻസിൽ ഇല്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ പ്രിൻ്റായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ. ഇനി ഈ പ്രിൻ്റായി മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രിൻ്റായി കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഹാപ്പൻ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഓരോ എലമെൻസും പ്രിൻ്റായി 1 2 3 4 5 പ്രിൻ്റായി. ഇനി നമുക്ക് ഈ ഐനെ വേണമെങ്കിൽ ഐൻ്റെ സ്ക്വയർ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഐ ഇൻറ്റു ഐ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. 1 4 9 16 ഓരോ ഈ 5 എലമെൻസിൻ്റെയും സ്ക്വയേഴ്സ് ഇവിടെ പ്രിൻ്റായി. ഇതുപോലെ നമുക്ക് എന്ത് ഓപ്പറേഷൻസ് വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യിപ്പിക്കാം. ഓരോ എലമെൻറ്റിനും ശേഷം നമുക്ക് വേണമെങ്കിൽ അടുത്ത ഇതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഈ ഫോർ ലൂപ്പിന് അടിയിൽ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇവിടെ ഞാൻ പ്രിൻറ്റ് ഒരു ഹലോ കൂടി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും വർക്കാവും. കണ്ടോ? ഓരോ എലമെൻറ്റും കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ക്വയറും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹലോ കൂടി പ്രിൻ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെയും കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് ഈ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ 5 എലമെൻറ്റ്സ് ആയതുകൊണ്ട് 5 എണ്ണമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ ഇങ്ങനെ ലിസ്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇതൊന്നും ഒഴിവാക്കിയിട്ട് L1 പകരം ഐ ഇൻ റേഞ്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഐ ഇൻ റേഞ്ച് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നമുക്ക് ഐ ഇൻ റേഞ്ച് 5 പ്രിൻ്റ് ഐ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേ കാര്യം തന്നെ നമുക്ക് വർക്കാവും. ചെറിയ മാറ്റമുണ്ട്, എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്ക്. 0 1 2 3 4 എന്നാണ് ഇവിടെ പ്രിൻ്റ് ആയത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വർക്കാവുന്നത് റേഞ്ച് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ റേഞ്ച് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ n-1 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഞാൻ റേഞ്ച് ഫംഗ്ഷൻ എൻ്റെ കൊടുത്തുള്ളൂ, നമ്മൾ ആകെ ഒന്നേ കൊടുത്തുള്ളൂ. എന്ത്? നമ്മൾ എൻഡ് പോയിൻ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതായത് എവിടെ അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു പറഞ്ഞ പോലെ ഈ റേഞ്ച് ഫംഗ്ഷന് വേറെയും കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് കൂടി കൊടുക്കാം. 1, അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, 1 മുതൽ 5 വരെ എനിക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം? 1, 6 കൊടുത്താൽ മതി. അപ്പോൾ എന്താ ഹാപ്പൻ ചെയ്യുക? 1 2 3 4 5 വരും. അതായത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1-ലാണ്, എൻഡ് ചെയ്യേണ്ടത് 6-ലാണ്. നമുക്കറിയാം റേഞ്ച് ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്താ? 5 വരെ വരുള്ളൂ. 1-ൽ തുടങ്ങണം എന്ന് പറഞ്ഞാൽ എന്താ? 1-ൽ തുടങ്ങി 6 വരെ എന്ന് പറയുമ്പോൾ 6 വിടില്ല, 5 വരെ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം, സ്റ്റെപ്പ്. അതായത് ഇപ്പോൾ ഒന്ന് കൂട്ടിയല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് 2 കൂട്ടി പോകണമെങ്കിൽ അതും ഹാപ്പൻ ചെയ്യാം. 1 3 5 ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ 3 കാര്യങ്ങൾ റേഞ്ച് ഫംഗ്ഷൻ അകത്ത് നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫോർ ലൂപ്പിനകത്തുള്ളത്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പിരമിഡ് പാറ്റേൺസ് പ്രിൻ്റ് ചെയ്യാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അതായത് ഫോർ ലൂപ്പിനകത്ത് വേറൊരു ഫോർ ലൂപ്പൊക്കെ കൊടുത്ത് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫോർ ഐ ഇൻ റേഞ്ച് 5, ഫോർ ജെ ഇൻ റേഞ്ച് ഐ, പ്രിൻറ്റ് നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് നോക്കാം. സ്റ്റാർ
കോമ ഇത് ജസ്റ്റ് ഒരു ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു ചെറിയൊരു പാറ്റേൺ, ഒരു സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്കിവിടെ പ്രിൻ്റായി അല്ലേ. അപ്പോൾ ഇതെന്താ ഹാപ്പൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ മറ്റൊരു ഫോർ ലൂപ്പ് കൊടുത്തു. അതായത് പുറമെ ഒരു ഫോർ ലൂപ്പ്, 5 വരെ ഐട്രേറ്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പ്. ഇതിന് ഉള്ളിൽ ജെ ഇൻ റേഞ്ച് ഐ ആണ്. അപ്പോൾ ഐക്ക് ആദ്യം എടുക്കുന്ന വാല്യൂ ഐ ഇൻ റേഞ്ച് 5 ആയതുകൊണ്ട് ആദ്യം ഐക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. ഫോർ ജെ ഇൻ റേഞ്ച് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്നുമില്ല, ഫസ്റ്റ് അവിടെ പോയി ഒന്നുമില്ല. രണ്ടാമത്തെ ഐക്ക് എടുക്കുന്ന വാല്യൂ 1 ആണ്. ഫോർ ജെ ഇൻ റേഞ്ച് 1 എന്ന് പറഞ്ഞാൽ എന്താ, 0 ഉണ്ട്, 1 ഇല്ല, 1 വരെ ഉള്ളൂ. അപ്പോൾ 1 ഇല്ല, 0 ഉണ്ട്. അപ്പോൾ ജെക്ക് ഒരു വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ഒരു സ്റ്റാർ പ്രിൻ്റായി. എൻഡ് ഈക്വൽ ടു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സ്റ്റാർ ഉണ്ടെന്ന് വെച്ചോ. നോർമലി എങ്ങനെ പ്രിൻ്റ് ചെയ്യുക, ഒരു സ്റ്റാർ അടിയിൽ രണ്ടാമത്തെ സ്റ്റാർ. നമുക്ക് ഒരു ഫോർ ലൂപ്പിനകത്ത് വരുന്ന ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം, അതായത് ഒരു സ്റ്റാർ രണ്ടാമത്തെ സ്റ്റാർ അവിടെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ എൻഡ് ഈക്വൽ ടു ഇങ്ങനെ 2 കോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ, ഒരു തവണ ജെ ലൂപ്പിൻ്റെ, അതായത് ഇന്നർ ലൂപ്പിൻ്റെ ഒരു തവണ മുഴുവൻ എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, എത്ര തവണയാണോ വേണ്ടത് അത്ര തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഒരു സ്റ്റാർ, രണ്ടാമത് ജെക്ക് എടുക്കാവുന്ന വാല്യൂ ഐ 2 ആയി. ഓക്കെ, ഐ 2 ആയി കഴിഞ്ഞാൽ വാല്യൂസ് എന്തൊക്കെയാ, 0ഉം 1ഉം എടുക്കാം. അപ്പോൾ 2 വാല്യൂസ് എടുക്കാം. 2 വാല്യൂ എടുക്കുമ്പോൾ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്തു, പിന്നെ 3 സ്റ്റാർ പ്രിൻ്റ് ചെയ്തു, പിന്നെ 4 സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ജെ ലൂപ്പിൽ ജെ പ്രിൻ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റാറുകളും ഒരേ നിരയിൽ വേണം എന്ന് പറയാനുള്ളതാണ് ഇത്. ജെ കഴിഞ്ഞാൽ, ജെൻ്റെ ഒരു ലൂപ്പ് എക്സിക്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈനിലേക്ക് പോകണം എന്ന് പറയാനാണ് ഐൻ്റെ ലൂപ്പിലെ ഈ ഇൻഡൻറ്റേഷനിൽ എഴുതിയിട്ടുള്ള ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പം ഒരു ചെറിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പ്രിൻ്റ് ചെയ്യാനൊക്കെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രിൻ്റ് ചെയ്യാം, പിരമിഡ് ടൈപ്പ് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താഴെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്യാം. ചില ഇൻ്റർവ്യൂസിനകത്തും കാര്യങ്ങളോ ലൈക്ക് കോഡിങ് നമ്മുടെ ഹാക്കത്തോണിനകത്തും കോഡിങ് ടെസ്റ്റിനകത്തൊക്കെ കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പാറ്റേൺസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ അതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇനി നമുക്ക് വൈൽ ലൂപ്പ് കൂടി എന്താ നോക്കാം. ജസ്റ്റ് വൈൽ ലൂപ്പിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വൈൽ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾ താഴെ എഴുതുന്നു. ഒരു അപ്ഡേഷൻ, വൈൽ ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന എത്ര നേരം ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന കണ്ടീഷന് എന്തായാലും ഒരു വേരിയബിൾ ഉണ്ടാവുമല്ലോ, ആ വേരിയബിളിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി നമ്മൾ ഇതിനകത്ത് കൊടുക്കും. നമുക്കൊരു റിയൽ എക്സാമ്പിളായിട്ട് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഇതേ കാര്യം തന്നെ നമുക്കൊരു വൈൽ ലൂപ്പ് വെച്ച് ജസ്റ്റ് ഒരു 5 വരെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. വൈൽ x less than 6 print x. ആദ്യം എക്സിനൊരു വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തു, ഇതിനെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. x ഈക്വൽ ടു 1 വൈൽ x ലെസ് ദാൻ 6 പ്രിൻറ്റ് x. ഇപ്പം 1 ആണ്, 1 ലെസ് ദാൻ 6 ആണ്, x പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം 6 പ്രിൻ്റ് ആയിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടത്, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോറി 6 അല്ല, 1 പ്രിൻ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, നിൽക്കുന്നില്ല, കണ്ടോ. ഇത് ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നിർത്താം. ഇത് ഇൻഫൈനൈറ്റ് ലൂപ്പാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഒരു അപ്ഡേഷൻ കൂടി വേണം. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് കൂടി കൊടുക്കണം. അപ്പോൾ എന്തായി, 1 കഴിഞ്ഞാൽ അടുത്തത്, അതായത് 1 2 3 4 5 6 വരില്ല, കാരണം 6 ലെസ് ദാൻ 6 അല്ല. അപ്പം 5 ലെസ് ദാൻ 6 വരെ വരുള്ളൂ. ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയേ, 1 2 3 4 5 6 5 വരെ നമുക്ക് 6 ഇല്ല. 6 എന്താണ്ടാ വരാത്തത്, 6 നമുക്ക് ഈ പറഞ്ഞ പോലെ 6 അതിനകത്ത് റേഞ്ചിൽ പെടുന്നില്ല. ലെസ് ദാൻ 6 ലെസ് ദാൻ 6 ആണോ, അല്ല. 6 ലെസ് ദാൻ 6 അല്ല, അപ്പോൾ 5 ലെസ് ദാൻ 6 ആണ്. അപ്പോൾ അതുവരെ വന്നുള്ളൂ. ഇനീഷ്യലി എക്സിന് കൊടുത്ത വാല്യൂ 1 ആണ്, അതുകൊണ്ടാണ് 1 തൊട്ട് വന്നത്. ഞാനിവിടെ 0 ആണ് കൊടുത്തതെങ്കിൽ നമുക്ക് എന്ത് വരും, 0 തൊട്ട് നമുക്ക് പ്രിൻറ്റിങ് വരും. 0 മുതൽ 5 വരെ വരും. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് 6 വരെ വരും. 5 എന്നുള്ളത് 6 വരെ നമുക്ക് കിട്ടും. 0 മുതൽ 6 വരെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇഫ് എൽസ്, ഇഫ് എൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ
ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇത് പഠിച്ചു വെക്കുക എന്നുള്ളതല്ല, ആക്ച്വലി കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളത്, എക്സാമ്പിൾസിലൂടെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ W3 സ്കൂൾസും ഹാക്കർ എർത്തും ഹാക്കർ റാങ്കും ഒക്കെ പോലുള്ള സൈറ്റുകൾ നിങ്ങൾ കയറിയിട്ട് കൂടുതൽ ഈ കാര്യങ്ങളുമായിട്ട് സുപരിചിതമായിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആൻഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്താണ് മൊഡ്യൂൾസ്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫങ്ഷൻസ്? നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു 100 ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി എഴുതാൻ പോകുന്ന 100 ലൈൻസ് ഓഫ് കോഡ് നേരത്തെ എഴുതിയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു 10 ലൈൻസോ അല്ലെങ്കിൽ 20 ലൈൻസോ വരുന്ന കോഡിൻ്റെ അതേ കാര്യം തന്നെയാണ് വീണ്ടും 100 ലൈൻസ് കഴിഞ്ഞ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അതേ ലൈൻസ് എഴുതുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതേപോലെ തന്നെ അത് കൂടുതൽ ടൈമും അതേപോലെ തന്നെ കൂടുതൽ സ്പേസും ഒക്കെ യൂട്ടിലൈസ് ചെയ്യില്ലേ. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ റിപ്പീറ്റഡ്ലി എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊരു ഫംഗ്ഷനായിട്ട് റിപ്പീറ്റഡ്ലി നമ്മുടെ കോഡിൽ എക്സിക്യൂഷൻ വരുന്ന കാര്യങ്ങൾ ഞാനൊരു ഒന്ന് റാപ്പ് ചെയ്തിട്ടൊരു ഫംഗ്ഷനായിട്ട് ഞാൻ അവിടെ കൊടുത്തു. അപ്പോൾ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു വീട് കെട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട് ഞാനൊരു വീട് കെട്ടാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ മുകളിൽ കല്ലടുക്കി വെക്കാനായിട്ട്, റൂഫ് ചെയ്യാൻ വേറെ ആളുകൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ബേസ്മെൻറ്റ് ചെയ്യാന്ന് പറയുന്ന ഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. ബേസ്മെൻറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ആദ്യം തറയ്ക്ക് വേണ്ടി കയറണം, അത് കഴിഞ്ഞാൽ അതിന് കല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് ചെയ്യണം, അതിന് അകത്ത് മണ്ണ് നിറയ്ക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുറേ കാര്യങ്ങളെല്ലാം പാടെ ബേസ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾ ഇപ്പം ജാക്കി എന്നാണ് ആളുടെ പേര്. ആ ജാക്കിനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഈ പറഞ്ഞ പോലെ തറ കെട്ടിത്തരും. അപ്പോൾ ഈ തറ കെട്ടിത്തരുന്ന ഒരാളെന്ന് പറയുന്നത് എന്താണ്, ജാക്കിയാണ്. അപ്പോൾ ജാക്കിനെ വിളിച്ചാൽ മതി. അപ്പം ഞാൻ വേറൊരാൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് കെട്ടണം എന്നുണ്ടെങ്കിൽ നേരെ ജാക്കിനെ വിളിക്കും. ജാക്കിനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഈ കാര്യങ്ങളെല്ലാം, ഈ പ്രോസസ്സ്, അതിനകത്തുള്ള എല്ലാ പ്രോസസ്സും ജാക്കി ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതുപോലൊരു കാര്യമാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ബ്ലോക്ക് ഓഫ് കോഡ് തന്നെയാണ്. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് സ്പെസിഫിക് ലൈൻസ് ഓഫ് കോഡിനെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ ആക്കി. അപ്പോൾ അതിനൊരു പേര് വിളിക്കും. അപ്പം ഇനി അതുമല്ല, വളരെ സിമ്പിളായിട്ട് വേറൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് അരിയും വെള്ളവും ഞാനൊരു മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പുറത്ത് ചോറ് വരുന്നു. അപ്പം ഇവിടെ ഞാൻ അരിയും വെള്ളം ഒഴിക്കുന്നു, ഇപ്പുറത്ത് ചോറ് വരുന്നു. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, ഒരു മെഷീനാണിത്. അപ്പോൾ ഈ മെഷീനെ ഞാൻ റൈസ് മേക്കിംഗ് മെഷീൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റൈസ് മേക്കിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ 1 എന്ന് വിളിക്കും. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകളെ ഞാൻ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ്, അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഫംഗ്ഷൻ 1 ഓഫ് വാട്ടർ റൈസ്. അപ്പോൾ അപ്പുറത്ത് എനിക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊരു കാര്യം ലഭിച്ചു. അല്ലെങ്കിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി. അപ്പം ആപ്പിൾ, വാട്ടർ, കുറച്ച് ഷുഗർ. അപ്പോൾ ആപ്പിൾ, വാട്ടർ, ഷുഗർ, ജ്യൂസ് ഓഫ് ആപ്പിൾ, വാട്ടർ, ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഫംഗ്ഷൻ 1 ഓഫ് ആപ്പിൾ, വാട്ടർ, അതേപോലെ തന്നെ ഷുഗർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷനെ വളരെ സിമ്പിളായിട്ട് റിയൽ ലൈഫായിട്ട് നമുക്ക് പറയാം. ശരിക്കും ഒരു ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെഫ് എന്ന് പറയുന്ന കീവേഡാണ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡെഫ് ആഡ് നമ്പേഴ്സ് ആണ് ഫംഗ്ഷൻ്റെ നെയിം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ബ്രാക്കറ്റിൽ എഴുതുന്നതാണ് നമ്മുടെ ഇൻപുട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മെഷീനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട്, ഇവിടെ നമ്മൾ പാരാമീറ്റേഴ്സ്. ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഫംഗ്ഷനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു സ്പേസ് വിട്ട് എഴുതുന്നത്. സം ഈക്വൽ ടു a+b റിട്ടേൺ സം. റിട്ടേൺ എന്ന് പറയുന്ന കാര്യം, ഈ ഫംഗ്ഷൻ എവിടെയെങ്കിലും കോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് നമ്പേഴ്സ് ഓഫ് 5,6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആ ഭാഗത്തേക്ക് വരും. അതായത് ആഡ് നമ്പേഴ്സ് ഓഫ് 5,6 എന്ന് പറയുന്ന ഭാഗം മാറ്റിയിട്ട് 11 എന്ന് പറയുന്ന നമ്പറാണ് വരിക. കാരണം എന്താ, ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഡെഫിനിഷൻ പ്രകാരം അത് വന്നു കഴിഞ്ഞാൽ 5,6 വന്നു കഴിഞ്ഞാൽ രണ്ടിനും കൂടി ആഡ് ചെയ്തിട്ട് ആ നമ്പർ 11 ആ വിളിച്ച സ്ഥലത്തേക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ആദ്യം ഞാൻ ഒരു ഡെഫ് ഫംഗ്ഷൻ 1 എന്ന് പറയുന്നൊരു പേരാണ് ഞാൻ കൊടുക്കുന്നത്. ഡെഫ് ഫംഗ്ഷൻ 1
അതിനകത്ത് ഞാൻ a, b, c ഞാൻ കൊടുത്തു. 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. സം ഈക്വൽ ടു a പ്ലസ് b പ്ലസ് c കൊടുത്തു. റിട്ടേൺ സം ഞാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്? ഇത് അവിടെയാണ് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവാണ്. എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ വൺ ഓഫ് 45, 58, 69. എക്സിലേക്ക് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ വൺ ഓഫ് 45, 58, 69 ആണ്. ഇതിനെ മൂന്നിനും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ വൺ ഓഫ് എന്ന് വിളിക്കുമ്പോൾ തന്നെ അവിടേക്ക് ഇതിൻ്റെ സമ്മ് വരും. ആ സമ്മ് എക്സിലോട്ട് ഇട്ടു. ഇനി എക്സ് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. പ്രിൻറ്റ് എക്സ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. 172 നമ്മുടെ ആൻസർ. നമുക്ക് 172 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് ആപ്പൻ ചെയ്യുന്നത്? അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ഒന്നുമില്ല, സിമ്പിൾ അഡീഷൻ തന്നെയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷനകത്താണ് അഡീഷൻ ചെയ്തത്. എന്താ ഇതിനുകൊണ്ട് ഗുണം? ഇതുകൊണ്ടുള്ള ഗുണം സിമ്പിളാണ്. ഞാനിനി y ഈക്വൽ ടു എനിക്ക് ഇതേ ഈ സം ഈക്വൽ a പ്ലസ് ബി പ്ലസ് സി ഒന്നും എഴുതണ്ട. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഫംഗ്ഷൻ വണ്ണ് വിളിച്ചാൽ മാത്രം മതി. ഫംഗ്ഷൻ വൺ ഓഫ് അടുത്ത നമ്പേഴ്സിനെ എടുത്ത് അടുത്ത നമ്പേഴ്സിനെ വിളിക്കാം. അടുത്ത നമ്പേഴ്സിനെ വിളിക്കാം. എനിക്ക് y പ്രിൻറ്റ് ചെയ്യാം, എക്സും പ്രിൻറ്റ് ചെയ്യാം, വൈയും പ്രിൻറ്റ് ചെയ്യാം. എക്സ് പ്രിൻറ്റ് ചെയ്യാം, വൈയും പ്രിൻറ്റ് ചെയ്യാം, രണ്ടും പ്രിൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഒറ്റ തവണ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 172ഉം 4706ഉം. അപ്പോൾ ഒരു തവണ ഡിഫൈൻ ചെയ്യുക, എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലായി. ഇതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ബിൽഡിൻ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ബിൽഡിൻ ഫംഗ്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും എഴുതുന്നില്ല. കമ്പൈലറിന് ഓൾറെഡി അറിയാവുന്ന ഒരു ഫംഗ്ഷനാണ്. ഇങ്ങനെ പുതിയൊരു ഫംഗ്ഷൻ, നമ്മളേതായുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എന്താണ് DEF ഡെഫിനിഷൻ, അതിൻ്റെ DEF കീവേഡ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷൻസ്. ഇനി നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. മൊഡ്യൂൾസ്. അപ്പോൾ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൈത്തൺ കോഡ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള ഈ ഒരു HH എന്ന് പറയുന്ന പേര്, ഈ HH എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഞാനിതൊന്ന് റീനെയിം ചെയ്യാം, കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു പേരാക്കാം. മൊഡ്യൂൾ 1 എന്നാക്കി. മൊഡ്യൂൾ 1 എന്നാക്കി. അപ്പോൾ ഈ മൊഡ്യൂൾ 1-നകത്ത് ഞാൻ ഫംഗ്ഷൻ 1 ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പൈത്തൺ ഫയൽ തന്നെയാണ്. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പൈത്തൺ ഫയൽ കണ്ടെയ്നിങ് പൈത്തൺ കോഡ്. ഓക്കെ, അപ്പോൾ പൈത്തൺ കോഡ് എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുതിയൊരു കോഡ് എഴുതാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ rover.py എന്ന് പറഞ്ഞ് ഞാനൊരു ജസ്റ്റ് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് പൈത്തൺ എടുത്തു, ഒരു ഫയൽ എടുത്തു, rover.py. ഇവിടെ ഞാൻ ഇമ്പോർട്ട് മൊഡ്യൂൾ 1 ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഈ മൊഡ്യൂൾ 1 ഇത് രണ്ടും സെയിം ഡയറക്ടറി ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കൊടുത്തത്. നമ്മുടെ മൊഡ്യൂൾ 1 ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഈ മൊഡ്യൂൾ 1 എഴുതിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആക്സസ് ചെയ്യാം. അതായത് ഇനി എനിക്കിവിടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനൊന്നും എഴുതണ്ട, നേരെ മൊഡ്യൂൾ 1 ഡോട്ട് ഫംഗ്ഷൻ 1 വിളിക്കാം. മൊഡ്യൂൾ 1 ഡോട്ട് ഫംഗ്ഷൻ 1 ഓഫ് 9, 8, 7 ഇവിടെ എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിനി പ്രിൻറ്റ് സെഡ് പ്രിൻറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഡെഫിനിഷൻ ഒന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ റോവറാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. py സ്പേസ് rover.py എക്സിക്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റ്, പഴയ പ്രിൻറ്റിങ് കൂടി വന്നു. പഴയ 172ഉം അതേപോലെ തന്നെ 4706ഉം വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 നമ്മളിവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിവാക്കുക. ജസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ജസ്റ്റ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ പറയാം ഈ പൈ ഈക്വൽ ടു 3.14
എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേരിയബിൾസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഈ ഫംഗ്ഷനെയും അതേപോലെ തന്നെ ഈ വേരിയബിളിനെയും ഒക്കെ നമുക്കിവിടെ ആക്സസ് ചെയ്യാം. ഒന്നുകൂടി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 24 വന്നു, 9ഉം 8ഉം 7ഉം ആഡ് ചെയ്തുള്ള 24 ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നു. ഇനി ഞാൻ ഇതേപോലെ പ്രിൻറ്റ് സെഡിന് പകരം ഞാനിവിടെ പൈൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. നമുക്ക് പൈ ഇങ്ങനെ ഡയറക്റ്റ് പൈ വിളിക്കാൻ പാടില്ല, പകരം നമ്മൾ മൊഡ്യൂൾ 1 ഡോട്ട് പൈ വിളിക്കാം. കാരണം മൊഡ്യൂൾ 1-നകത്ത് നമ്മൾ പൈ എന്താണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വിളിച്ചു നോക്കാം. 3.14 വന്നു. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഫംഗ്ഷനെ അതേപോലെ തന്നെ മൊഡ്യൂൾ 1 ഡോട്ട് എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ മൊഡ്യൂൾ 1-നകത്തുള്ള ഫംഗ്ഷൻസിനെയും വേരിയബിൾസിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഡിലേക്ക് ആക്സസ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മൊഡ്യൂളിൻ്റെ പേര് കൊടുത്താൽ വേണ്ടി മാത്രം മതി, അത്രയും കൊടുത്താൽ മതി. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൊഡ്യൂളുകൾ ഒരുപാട് പൈത്തനകത്തുണ്ട്. റാൻഡം മൊഡ്യൂൾ, മാത്ത് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. പാൻഡാസ് എന്ന് പറയുന്നൊരു മൊഡ്യൂളുണ്ട്. നമുക്ക് ഡേറ്റാ സയൻസ് ലൈബ്രറീസ് കാര്യങ്ങൾ, ഡേറ്റാ സയൻസ് ലൈബ്രറിയാണ് ആക്ച്വലി, ഡാറ്റാ സയൻസിൻ്റെ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഡേറ്റാ സയൻസിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പാൻഡാസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിലൊക്കെ നമുക്ക് താഴെ ഒന്ന് ചാറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്രം സ്ക്രാച്ച് ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഒരു ഫുൾ കാര്യങ്ങളാണ്. നമ്മളിപ്പം വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, അതേപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, ഇഫ് എൽ ഇഫ്, നമ്മുടെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അതേപോലെ തന്നെ ഫങ്ഷൻസ്, മൊഡ്യൂൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തണിനകത്ത് ഇനിയും നമുക്ക് ഊപ്സ് കൺസെപ്റ്റുകൾ, അതേപോലെ തന്നെ അതിനുശേഷം നമുക്ക് റെജക്ട്സ്, ഫയൽ ഹാൻഡ്ലിങ്, അതേപോലെ തന്നെ എറർ കറക്ഷൻ, എറർ ഡിറ്റക്ഷൻ ആൻഡ് കാര്യങ്ങൾ, അപ്പം ട്രൈ ക്യാച്ച് കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള എല്ലാം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഒരു അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് എന്തായാലും ഇറക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തായാലും എല്ലാവരും പഠിക്കുക. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കടന്നു വരാനും അതേപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ വീഡിയോ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പൈത്തൺ എന്ന് പറയുന്ന ഒരു പവർഫുൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്കറിയാം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത് മുതൽ ഡേറ്റ സയൻസും മെഷീൻ ലേണിങ്ങും എയും ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ജനറേറ്റീവ് എ ഒക്കെ നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പൈത്തൺ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് ഓഫ് കോഡ്, അപ്പം ആക്ച്വലി എത്ര ലൈൻസ് കോഡ് ഉപയോഗിച്ചിട്ടുള്ളൂ നോക്കൂ, ഒരു 66 ലൈൻസ് ഓഫ് കോഡ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഞാൻ ഒരുപാട് ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അപ്രോക്സിമേറ്റ്ലി ഒരു 50 ലൈൻ കോഡിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരാളുടെയും ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇത് ഇന്ന ആളാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോഡ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ആദ്യം തന്നെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൺ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. കുറച്ച് ആളുകളുടെ ഇമേജസ് എടുത്ത് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കൊടുത്തു, കമ്പ്യൂട്ടറിന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ ഫേസാണ് കാണുന്നത്, പൈത്തൺ മെൻറ്റർ റാം. ഞാനിത് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ എൻ്റെ ഫേസ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ. ഇനി നമുക്ക് മോഹൻലാലിൻ്റെ ഫേസാണ് ഞാൻ കാണിക്കുന്നത്, ലാലേട്ടൻ നമുക്ക് കാണിക്കുന്നുണ്ട്, നോക്കിയേ. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് നമുക്ക് വേണ്ട ആളുകളുടെ എല്ലാം ഫേസ് നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളാണ്. ഞാനിവിടെ കുറച്ച് ട്രെയിൻ എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമേജസ് ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ്, അതേപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക, അതേപോലെ തന്നെ വിരാട് കോഹ്ലി, ലാലേട്ടൻ, അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഇമേജസ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇമേജസിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഇമേജസ് എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇമേജസൊക്കെ എന്താണ്, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഇമേജസ് ഓഡിയോ ഒന്നുമില്ല, ഇതെല്ലാം നമ്പേഴ്സാണ്. അപ്പം ഇതിനെ നമ്പേഴ്സ് ആക്കിയിട്ട് ഒരു മെട്രിക്സ് ആക്കിയിട്ട് നോൺ ഫേസ് എൻകോഡിങ്സ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യും കമ്പ്യൂട്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫേസ് റെക്കഗ്നീഷൻ ഫംഗ്ഷൻ അല്ല, ആക്ച്വലി മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ സിസ്റ്റത്തിൽ ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ ഈ എൻകോഡിങ്സ് സേവ് ചെയ്യാനും അത് താരതമ്യം ചെയ്യാനും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പിന്നെ നമ്മൾ യൂസ് ചെയ്തുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് CV2 ആണ്. CV2 എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ്
നമ്മുടെ ഈ ഇമേജും കാര്യങ്ങളും ലൈക്ക് നമ്മുടെ റിയൽ ടൈം ആയിട്ടുള്ള വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ നമ്മുടെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറ യൂസ് ചെയ്യാനും ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം എടുത്തിട്ട് അതിൽ ഫേസ് ഉണ്ടോ എന്നും ഇല്ല നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് CV2 എന്ന് പറയുന്ന മൊഡ്യൂൾ. ഓക്കെ, പിന്നെ NumPy നമ്മൾ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിലാണ് പിന്നെ കമ്പാരിസണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓരോ ഫേസിൻ്റെയും എൻകോഡിങ്സ് സേവ് ആക്കും. എന്നിട്ട് റിയൽ ആയിട്ട് വരുന്ന ഫ്രെയിമിനകത്ത് നിന്ന് ഫേസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ എൻകോഡിങ്സും ഈ എൻകോഡിങ് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കും. ഒരു 80% മുകളിൽ അക്യുറസി ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രഡിക്ഷൻ ട്രൂ ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രഡിക്ഷൻ കൊടുക്കും. ഇതാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഈ ഒരു കോഡ് കണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ഐഡിയാസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ ഈ കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് ഐഡിയയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പം ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ ഈ ഫേസ് റെക്കഗ്നീഷൻ വെച്ചിട്ട് അറ്റൻഡൻസ് എടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാം. അല്ലെങ്കിൽ വേറെ ഒരുപാട് ഇതിൻ്റെ ഒപ്പം വേറെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒരു ഗ്ലാസ്സിനകത്ത് ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ചെവിയിലേക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ വഴി ഫ്രണ്ടിലുള്ള ആളുകളുടെ പേര് സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുമായിട്ട് ഇത് മർജ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. ഈ കോഡ് ഞാൻ സേവ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ എല്ലാവരും ഈ പ്രൊജക്റ്റ് ചെയ്തു നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ അടുത്തൊരു പ്രൊജക്റ്റായിട്ട് വീണ്ടും കാണാം. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു.